ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 12 വെള്ളിയാഴ്ചയാണ്. ഒരു വോളറ്റൈൽ സെഷന് ശേഷം ഇന്നലെ US മാർക്കറ്റുകൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. ഇൻഫ്ലേഷൻ ഡാറ്റകൾ കാരണമാണ് മാർക്കറ്റുകൾ ഫ്ലാറ്റായി ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഫോക്കസിലുള്ളത് ബിറ്റ്കോയിൻ തന്നെയാണ്. 49,000 എന്ന ലെവൽ ബിറ്റ്കോയിൻ ടച്ച് ചെയ്തിരിക്കുന്നു. ഓയിൽ പ്രൈസുകൾ 1% ഇന്നലെ ഉയർന്നു. നിഫ്റ്റിയിൽ ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം ഇന്ത്യയുടെ നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ വർദ്ധിച്ചിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ്. ഈ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളെ മറികടന്ന് 19% വർദ്ധിച്ചു. ഇത് സർക്കാരിന്റെ ധനസ്ഥിതിക്ക് അനുകൂലമായ സൂചനയാണ്. കോർപ്പറേറ്റ് വ്യക്തിഗത ആദായ നികുതി ശേഖരണത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. വ്യക്തിഗത ആദായ നികുതിയിൽ 30.46% വർധനമുണ്ടായത്. കോർപ്പറേറ്റിൽ 13.72% വർധനവുമുണ്ട്. ഇഷ്യൂ ചെയ്ത റീഫണ്ടുകളിലും കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ അപേക്ഷിച്ച് 58.74% വർദ്ധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വെല്ലുവിളികളും ധാരാളമായി ഉണ്ട്. കാരണം നികുതി അടിത്തറ വിശാലമാക്കണം. ധാരാളം പേർ ഇനിയും ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരാനുണ്ട്. അതും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ടോട്ടലി ഈ വാർത്ത വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ ബഡ്ജറ്റ് 2024 ഫെബ്രുവരി 1 അപ്പോൾ അതിന് മുന്നേ ധാരാളം കാര്യങ്ങൾ നമുക്ക് ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുള്ളത് 2024-25 ബഡ്ജറ്റ് കമ്മി 50 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു എന്നൊരു വാർത്തയാണ്. അതേസമയം മൂലധന ചെലവ് 20% വരെ വർദ്ധിപ്പിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ഈ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വർദ്ധിച്ച വരുമാനത്തെയും സബ്സിഡി ക്ഷേമ ചെലവുകളും കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തും. അടിസ്ഥാന സൗകര്യ ചെലവ് നടപ്പു വർഷത്തിൽ 10 ട്രില്യണിൽ നിന്ന് 12 ട്രില്യനായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ധനക്കമ്മി ചുരുങ്ങുന്നത് വിദേശ നിക്ഷേപകർക്കും റേറ്റിംഗ് ഏജൻസികൾക്കും ആശ്വാസകരമാണ്. മാർച്ച് 31 അവസാനിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 5.9% ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. 2023 ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നിക്ഷേപങ്ങൾ $4.3 ബില്യൺ ആണ്. ഇത് 2022 $4.9 ബില്യൺ ആയിരുന്നു. അതായത് 12% കുറവാണ് ഈ വർഷം കാണുന്നത്. ഗ്ലോബൽ ക്രൈസിസ് കാരണം 2019 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഡാറ്റ പുറത്തു വന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 30% കുറഞ്ഞ് $2.7 ബില്യൺ ആയി. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഇരട്ടിയോളം വർദ്ധിച്ച് $1.5 ബില്യൺ ആയി. അതായത് 42% വാണിജ്യ മേഖലയിലും 39% റീറ്റെയിൽ മേഖലയിലും നിക്ഷേപിച്ചു. ശക്തമായ സാമ്പത്തിക പ്രകടനവും ആസൂത്രിതമായ അടിസ്ഥാന സൗകര്യ വികസനവും കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിക്ഷേപങ്ങളിൽ ഒരു തിരിച്ചുവരവ് ഈ വർഷം പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് ഉള്ളത് മൊബൈൽ സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ആപ്പിൾ, സാംസങ് തുടങ്ങിയ കമ്പനികൾക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഉയർന്ന നിലവാരമുള്ള മൊബൈൽ ഫോണുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. ഈ നീക്കം സാംസങ്, ആപ്പിൾ പോലുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനികളെ സഹായിക്കുകയും രാജ്യത്തെ ഫോൺ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇറക്കുമതി തീരുവ കുറച്ച് ഉൽപാദന ചെലവ് കുറയ്ക്കാനും ചൈന, വിയറ്റ്നാം തുടങ്ങിയ പ്രാദേശിക എതിരാളികളെ നേരിടാനുമാണ് ഈ നീക്കം. ഇന്നത്തെ നമ്മുടെ വാർത്തകളെല്ലാം പോസിറ്റീവായിരുന്നു. ഇനി നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കും പോകാം. അതിന് മുന്നേ ആയി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. നിഫ്റ്റിയിലേക്ക് 21,647 0.13% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വീണ്ടും 21,700 മുതൽ 21,750 വരെയുള്ള സോൺ നല്ല സെല്ലിംഗ് പ്രഷറുള്ള ഒരു സോണായിട്ട് വീണ്ടും തുടരുകയാണ്. ജനുവരി 5, ജനുവരി 8, ജനുവരി 9, ജനുവരി 11 എന്നീ ദിവസങ്ങളിലെല്ലാം ഈ സോണിൽ എത്തിയ നിഫ്റ്റി വീണ്ടും താഴേക്ക് വന്നു. ഈ ഒരു ഉദാഹരണം കൊണ്ട് തന്നെ എത്രത്തോളം വലിയ സെല്ലിംഗ് പ്രഷറാണ് ആ ഒരു സോണിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,600 ആ ഒരു സോണിൽ നിന്ന് താഴേക്ക് പോയാൽ പിന്നെ 21,500 ലെവലിലാണ് ഒരു സപ്പോർട്ട് പിന്നീട് വരുന്നത്. അപ്സൈഡിൽ 21,700 മുതൽ 21,750 വരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ തന്നെയാണ്. നിഫ്റ്റിയിൽ ഫോമായ ഡേ ക്യാൻഡിൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ചെറിയ നെഗറ്റീവ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത സ്ട്രൈക്കുകളിലേക്ക് വരാം. നിഫ്റ്റിയുടെ ഈ ഡാറ്റ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലുള്ളതാണ്. ആദ്യം കോൾ സൈഡിൽ 21,700 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000 അതിനുശേഷം 22,300
പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 20,800-ലും അതിനുശേഷം 21,500-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 21,700-ഉം സപ്പോർട്ടിന് സാധ്യതയുള്ളത് 21,500-ഉമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 21,650, 506% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു നല്ല ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിലേക്ക് വന്നാൽ അതിലും വലിയ ഒരു റൈറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. 812% വർധനവാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലും കാണുന്നത്. 21,600 സ്ട്രൈക്കിൽ 172% വർധനവാണ് കാണുന്നത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. 55% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,700 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 42% വർധനവ് കാണാം. കോൾ സൈഡിൽ 171% വർധനവ്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പും കാണാം. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കുമ്പോൾ 21,600 സ്ട്രൈക്കിൽ പുട്ട് സൈഡ് കൂടുതൽ സ്ട്രോങ് ആണെന്ന് കാണാം. പക്ഷേ ബാക്കിയുള്ള രണ്ട് സ്ട്രൈക്കുകൾ 21,650-ഉം 21,700-ലും കോൾ സൈഡാണ് കൂടുതൽ സ്ട്രോങ് എന്നും കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,438-ൽ 0.16% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,000 ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ തന്നെയാണ് അപ്പ് സൈഡിൽ. ഡൗൺ സൈഡിൽ 46,900 ഒരു ക്രൂഷ്യൽ ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 47,500-ലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 48,000-ലും അതിനുശേഷം 49,000-ലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,500-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 46,000-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 48,000-ആണ് റെസിസ്റ്റൻസ് ആയി കാണുന്നത്. സപ്പോർട്ട് 47,500-മാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. 12.83 എന്ന നിലയിൽ 1% ഇടിഞ്ഞ് 200-ഡേ EMA ടച്ച് ചെയ്തിരിക്കുന്നു ഇന്ത്യ വിക്സ്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ് ആദ്യം. ഇന്നലെ റിസൾട്ട് വന്ന രണ്ട് കമ്പനികളാണ് ആദ്യം പറയുന്നത്. ഇൻഫോസിസ്, ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ IT കമ്പനിയായ ഇൻഫോസിസ് നെറ്റ് പ്രോഫിറ്റിൽ 7.3% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 1.3% വർധനവ് വന്നു. ഇൻഫോസിസിന്റെ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 1.7% ഇടിവാണ് കാണുന്നത്. റവന്യൂവിൽ 0.4% ഇടിവ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കാണുന്നു. എബിറ്റ 20.5% ഇടിഞ്ഞു. എന്നിരുന്നാലും ഇന്നലെ ഇൻഫോസിസ് ADR വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. ഏകദേശം 4% മുകളിൽ ഇന്നലെ അപ്പായി. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി TCS ആയിരുന്നു. റവന്യൂവിൽ 4% ഇയർ ഓൺ ഇയറിൽ വർധനവ് വന്നു. 2% ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ വർധനവ് വന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 6% വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 1.5% വർധനവും എബിറ്റയിൽ 4.6% വർധനവുമാണ് കാണുന്നത്. അടുത്തത് പ്ലാസ്റ്റി ബെൻസ് ഇന്ത്യ. റവന്യൂവിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 6.3% ഇടിവും 6% വർധനവ് ഇയർ ഓൺ ഇയറിലും റവന്യൂവിൽ വന്നിരിക്കുന്നു. എബിറ്റ 22.2% ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിഞ്ഞപ്പോൾ 41% ഇയർ ഓൺ ഇയറിൽ വർധനവ് വന്നു. എബിറ്റ 5.7% വർദ്ധിച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 6.9% വർദ്ധിച്ചു. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ HCL ടെക്, വിപ്രോ, HDFC ലൈഫ് എന്നീ കമ്പനികളാണ്. നാളെ ജനുവരി 13-ന് റിസൾട്ട് വരുന്ന കമ്പനി അവന്യൂ സൂപ്പർ മാർട്ടാണ്. അടുത്തത് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച വാർത്തയാണ്. ടാറ്റ മെറ്റാലിക്സ് ടാറ്റ സ്റ്റീലുമായി ലയിക്കുന്നതിന് NCLT മുംബൈയിൽ നിന്നും ക്ലിയറൻസ് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് HUL-നെ സംബന്ധിച്ച ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. പുതിയ മാർജിൻ ഘടനകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലെ വിതരണക്കാർ HUL ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നു. പുതിയ സംവിധാനം തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് വിതരണക്കാർ ആശങ്കപ്പെടുന്നു. അടുത്തത് ഒമെക്സ് 440 കോടി രൂപയുടെ വായ്പ തിരിച്ചടച്ചു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. അടുത്തത് മഹീന്ദ്ര ലൈഫ് സയൻസ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയാണ്. കമ്പനി തമിഴ്നാട് ഗവൺമെന്റുമായി 10 ബില്യൺ രൂപയുടെ കരാർ ഒപ്പിട്ടു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, BHEL, എസ്കോട്ട്സ്, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇൻഡസ് ടവർ, നാഷണൽ അലുമിനിയം, PEL, പോളിക്യാബ്, PVR, ഇനോക്സ്, സെയിൽ, സീൽ എന്നീ കമ്പനികളാണ്. നമ്മുടെ ലൈവ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. രാവിലെ 11-11:30 ലൈവ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ 9 മണി മുതൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ എഡ്യൂക്കേഷൻ വ്യൂസ് ലഭിക്കും.
F&O സ്വിംഗ് സെഗ്മെന്റിലേക്ക് കടക്കാം. അതിനു മുന്നേയായി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസ് ആണ് ഇനി നടത്തുന്നത്. ആദ്യം തന്നെ ഇൻട്രാഡേയിൽ 2 സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. അതിലേക്ക് ആദ്യം വരാം. ടാറ്റ പവർ 350 CE, ടാർഗറ്റ് 360 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. എൻട്രി എടുക്കുന്നത് 352.8 എന്ന നിലയിലായിരുന്നു. അടുത്തത് ബജാജ് ഓട്ടോ 7000 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 7160 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 7255 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് വലിയ റാലിയാണ് കണ്ടത്. 7324 വരെ അപ്പായി. മറ്റൊരു സ്റ്റോക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വന്ന ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് 220 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 224 എന്ന നിലയിൽ. 228 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ഇന്ത്യ ബുൾസിലും ലഭിച്ചത്. ഇനിയിപ്പോൾ ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കിലേക്ക് വരാം. IDFC ഫസ്റ്റ് ബാങ്ക് 85 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 85.1 എന്ന നിലയിൽ. ഇവിടെ നമ്മൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്നും പറയുന്നില്ല, കാരണം വീഡിയോ അത്രയേറെ ലെങ്ത് ആവുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്വിംഗ് സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. IRFC ഡിസംബർ 29 പറഞ്ഞത്. 98.7 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്ക് 108.45 വരെയാണ് അപ്പായത്. ഏകദേശം 9.8% സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ജനുവരി 3 പറഞ്ഞ RVNL 187.4 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്ക് 205 വരെ അപ്പായി. ഏകദേശം 9% മുകളിൽ ഈ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ 3507 എന്ന നിലയിൽ ജനുവരി 4 എൻട്രി എടുത്ത സ്റ്റോക്കിൽ 4069 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 16% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പവർ മെക്ക് ആയിരുന്നു. ജനുവരി 8 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 4484 എന്ന നിലയിൽ എൻട്രി എടുത്തു. 4938 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 10% അതിന് മുകളിൽ പ്രോഫിറ്റ് നമുക്ക് കേവലം 3 ദിവസം കൊണ്ട് ലഭിച്ചു. ഇന്നലത്തെ നമ്മുടെ സ്റ്റോക്സിന്റെ അപ്ഡേറ്റ്സ് ആണ് ഇവിടെ കൊടുത്ത്. അടുത്ത സെഗ്മെന്റിലേക്ക്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 865 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 1807 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തുടർച്ചയായ 4 ദിവസമായിട്ട് DIS ബൈയിങ്ങിലാണ്. എന്നാൽ FIS തുടർച്ചയായ 3 ദിവസങ്ങളിലായിട്ട് സെല്ലിങ്ങിൽ തന്നെയാണ്. US മാർക്കറ്റ് ഇന്നലെ US-ലും ഒരു വോളറ്റൈൽ സെഷനായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് US ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തുവിട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും പുറത്തു വന്നു. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ CPI 0.3% ഡിസംബർ മാസം. എസ്റ്റിമേറ്റ് 0.2% ഇയർ ഓൺ ഇയറിൽ 3.4% ഡാറ്റ പുറത്തു വന്നത്. എസ്റ്റിമേറ്റ് 3.2% പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഡാറ്റയാണ് CPI ഡാറ്റ പുറത്തു വന്നത്. തൊഴിലില്ല ആനുകൂല്യങ്ങൾക്കായി പുതിയ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞ ആഴ്ചയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഈ 2 ഡാറ്റകൾക്കും പിന്നാലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞു. പക്ഷേ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 3.98 എത്തിയതും ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞതും മാർക്കറ്റുകൾക്ക് ഗുണമായി. ശക്തമായി തന്നെ US മാർക്കറ്റുകൾ തിരിച്ചു വന്നു. ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 0.11% ഇടിഞ്ഞും S&P 500 0.06% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ഇന്നലെ റിസൾട്ടുകൾ മോശമായിട്ട് കൂടി ഇൻഫോസിസ് 4% മുകളിലാണ് ഉയർന്നത്. ഇൻഫോസിസ് 3.87% ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.09% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ICICI ബാങ്ക് 0.06% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 0.06% തന്നെ ഉയർന്നു. ആക്സിസ് ബാങ്ക് 1.19% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് US മാർക്കറ്റിന്റെ ഓപ്പണിംഗിന് മുന്നേയായി മേജർ ബാങ്കുകളുടെ റിസൾട്ട് കൂടി വരാനുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ ഡൗ ജോൺസ് 0.10% നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.23% നഷ്ടത്തിലും നാസ്ഡാക്ക് 0.23% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ US ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് പിന്നാലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.98% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.52% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് DAX 0.86% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്ത്. സ്റ്റോക്ക് 600 0.77% ഇടിഞ്ഞത്. ബാങ്കിംഗ് സ്റ്റോക്കുകളിലാണ് ഇന്നലെ വലിയ ഇടിവ് കണ്ടത്. 1.9% ഇടിവാണ് ബാങ്കിംഗ് സെക്ടറിൽ കണ്ടത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡാക്സ് 0.03% നേട്ടത്തിൽ. CAC 0.01%, FTSE 0.07% നേട്ടത്തിലാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ
ജപ്പാന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് റാലി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള ഡാറ്റ വരാനുണ്ട്. ഇന്ത്യ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ, ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ചൈനയിൽ നിന്നും ഡിസംബറിലെ പണപ്പെരുപ്പ് വ്യാപാര സംഖ്യകളും ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിവരങ്ങൾ വരാനുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 35,000 മുകളിൽ 35,400 എന്ന നിലയിലാണ്. 1% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.38% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.30% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.55% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,706 എന്ന നിലയിലാണ്. നിഫ്റ്റിയിൽ ഇന്ന് ഒരു 20 മുതൽ 30 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓയിൽ പ്രൈസുകൾ: ഒമാൻ തീരത്ത് ഇറാൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച എണ്ണവില ഏകദേശം 1% ഉയരുകയുണ്ടായി. ഇപ്പോൾ ബ്രന്റ് ഉള്ളത് $79.06 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.98% ഉയർന്നാണ് ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത്. WTI വലിയ നേട്ടത്തിലാണ്. ഇപ്പോൾ 73.68 എന്ന നിലയിൽ 2.30% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ന്യൂസ് എല്ലാം എടുത്തിരിക്കുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രമാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.